ഹായ് ചിൽഡ്രൻസ്, വെൽക്കം ടു മൈ ചാനൽ ലോഡ് സ്റ്റാർ. നമ്മൾ ഇന്നിവിടെ സർവനാമാണ് പഠിക്കാൻ പോകുന്നത്. ലെറ്റ് സ്റ്റാർട്ട്. സർവനാം. സർവനാം मीन्स प्रोनाउन. संज्ञा के बदले जिन शब्दों का प्रयोग किया जाता है उसे सर्वनाम कहते हैं. संज्ञ मीन्स नाउन അല്ലേ, നാമം. നാമത്തിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ശബ്ദം. ഇപ്പം ഒരു വസ്തുവിൻ്റെ ആയാലും ഒരു വ്യക്തിയുടെ ആയാലും എന്തിൻ്റെ ആയാലും ഒരു പേരിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന വസ്തു, ഉപയോഗിക്കുന്ന ഒരു ശബ്ദം, അതാണ് സർവനാം എന്ന് പറയുന്നത്. നാമത്തിന് പകരമായി ഉപയോഗിക്കുന്ന അതാണ് സർവനാമം. അതിന് എക്സാമ്പിൾ മേ, ഹം, തു, തും, ആപ്പ്, യഹ്, വഹ്, ഏ, വേ അല്ലേ. നമ്മൾ പേരിന് പകരമായിട്ട് അവൻ, അവൾ, അത്, ഇത്, അവർ, അവ, താങ്കൾ എന്നൊക്കെ നമ്മൾ മെൻഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ പേര് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കില്ല അല്ലേ. നമ്മൾ ഫ്രണ്ട്സിനെയൊക്കെ എന്തൊക്കെ പേരിട്ടാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ ആ പേര് മാത്രമാണ്, ഒരാൾക്കൊരു പേരുണ്ടെങ്കിൽ ആ പേര് മാത്രമാണ് നമ്മൾ വിളിക്കുന്നത്, അല്ല. അപ്പോൾ അവരെ നമ്മൾ പലത് വിളിക്കുന്നതാണ്. അപ്പോൾ നാമത്തിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, ഒരാളെ പ്രതിനിധാനം ചെയ്യാനായിട്ട് നമ്മൾ പേരിന് പകരമായിട്ട് ഉപയോഗിക്കുന്നതാണ് സർവനാമം എന്ന് പറയുന്നത്. നാമത്തിന് സംജ്ഞാക്കെ ബദലെ, നാമത്തിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ശബ്ദമാണ് സർവനാം. മേ, ഹം, തു, തും, ആപ്പ്, യഹ്, വഹ്, ഏ, വേ ഇതൊക്കെയാണ് സർവനാമങ്ങൾ. സർവനാം കെ 6 ഭേദ് ഹെ. സർവനാമത്തിന് 6 ഭേദാണ് ഉള്ളത്. സർവനാം അനിശ്ചയവാചക് സർവനാം, നിശ്ചയവാചക് സർവനാം, പുരുഷവാചക് സർവനാം, സംബന്ധവാചക് സർവനാം, നിജവാചക് സർവനാം, പ്രശ്നവാചക് സർവനാം. അപ്പോൾ ഈ 6 ഭേദാണ് സർവനാമിനുള്ളത്. സർവനാം കി 6 ഭേദ് ഹോത്തെ ഹെ. അത് നമുക്ക് സിമ്പിളായിട്ട് ഈ 6 ഭേദം നമുക്ക് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്കാണിത്. അനാബ് സനാബ്, അനാബ് സനാബ് എന്ന് നമ്മൾ ഓർത്ത് വയ്ക്കുക. അനാബ് സനാബ്. അപ്പം ആ ഫോർ അനിശ്ചയവാചക് സർവനാം, നാ മീൻസ് നിശ്ചയവാചക് സർവനാം, പ മീൻസ് പുരുഷവാചക് സർവനാം, സ മീൻസ് സംബന്ധവാചക് സർവനാം, നാ മീൻസ് നിജവാചക് സർവനാം, പ മീൻസ് പ്രശ്നവാചക് സർവനാം. അങ്ങനെ അനാബ് സനാബ് എന്നൊരു ചെറിയ ട്രിക്കിലൂടെ നമുക്ക് ഈ 6 സർവനാമിൻ്റെ ഭേദങ്ങളും നമുക്ക് മൈൻഡിൽ വെക്കാനായിട്ട് പറ്റും. അപ്പം അനിശ്ചയവാചക്, നിശ്ചയവാചക്, പുരുഷവാചക്, സംബന്ധവാചക്, നിജവാചക്, പ്രശ്നവാചക്, ये 6 भेद होते हैं सर्वनाम को. कुल 11 सर्वनाम होते हैं. हिंदी में कितने सर्वनाम होते हैं? 11. हिंदी में कुल 11 सर्वनाम होते हैं. मैं, तू, आप, यह, वह, जो, सो, कोई, कुछ, कौन, क्या. ഇതാണ് ഈ 11 സർവനാം. അപ്പോൾ ഹിന്ദി में कितने सर्वनाम होते हैं? 11 सर्वनाम होते हैं हिंदी में. मैं, तू, आप, यह, वह, जो, सो, कोई, कुछ, कौन, क्या. ഇത്രയുമാണ് 11 സർവനാമങ്ങൾ. ഹിന്ദിയിൽ എത്ര സർവനാമുണ്ട്? 11 സർവനാം ഹോത്തെ ഹെ. അപ്പം ഹിന്ദിയിൽ സർവനാമത്തിന് 6 തിരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം 6 ഭേദം ഉണ്ടെന്ന് പറഞ്ഞു. പുരുഷവാചക്, അതിൽ നമുക്ക് ആദ്യത്തെ നോക്കാം. പുരുഷവാചക് സർവനാം. പുരുഷവാചക് സർവനാം जो सर्वनाम बोलने वाले, सुनने वाले और जिसके विषय में कुछ कहा जाए उसका बोध कराते हैं उन्हें पुरुषवाचक सर्वनाम कहते हैं. അപ്പോൾ പുരുഷവാചക് സർവനാമിൽ जो സർവനാം ബോൽനെ വാലെ അതായത് പറയുന്ന ആള്, സുനിനെ വാലെ അത് കേൾക്കുന്ന ആള്, ഓർ ജിസ്കെ വിഷയമേയും കുച്ച് കഹാജായി പിന്നെ നമ്മൾ ആരെക്കുറിച്ചാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഉസ്കാ ബോധ് കരാത്തെ ഹെ അയാളെക്കുറിച്ചുള്ള ഒരു ബോധം ഉണ്ടാക്കി തരുന്നുണ്ട്. ഉനെയും പുരുഷവാചക് സർവനാം കഹത്തെ ഹെ. അപ്പം ഇതിൽ പറയുന്ന ആളും കേൾക്കുന്ന ആളും ആരെക്കുറിച്ചാണോ പറയുന്ന ആ മൂന്നാമതൊരാളും എല്ലാവരും ഈ പുരുഷവാചക് സർവനാമിൽ ഉൾപ്പെടുന്നുണ്ട്. ജയ്സേ
അതിൻ്റെ എക്സാമ്പിൾസ് മേം, ഹം, തൂ, തും, आप, यह, वह, ये, वे सभी क्या है? पुरुषवाचक सर्वनाम के अंतर्गत आते हैं। पुरुषवाचक सर्वनाम के अंतर्गत आते हैं ये सभी। मेम, हम, तू, तुम, आप, यह, वह, ये, वे। अपन बोलने वाला, सुनने वाला और जिसके विषय में कुछ कहा जाए उसका बोध कराते हैं, उन्हें पुरुषवाचक सर्वनाम कहते हैं। पुरुषवाचक सर्वनाम के 3 भेद है। पुरुषवाचक सर्वनाम को അഗെയിൻ 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പുരുഷവാചക സർവനാമിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഉത്തം പുരുഷ്. ഉത്തം പുരുഷ് മീൻസ് ഫസ്റ്റ് പേഴ്സൺ അല്ലേ? നമ്മൾ അഗ്രസീവയും ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ ഇങ്ങനെ പഠിക്കുന്നതാണ്. അപ്പം ഫസ്റ്റ് पुरुषवाचक सर्वनाम के 3 भेद है। पहला उत्तम पुरुष, फर्स्ट पर्सन। बोलने वाला, लिखने वाला जिस सर्वनाम का प्रयोग करते हैं। उत्तम पुरुष വരുന്നത് बोलने वाला या लिखने वाला, പറയുന്ന ആളും എഴുതുന്ന ആളും അല്ലേ? പറയുന്ന ആളാണെങ്കിലും എഴുതുന്ന ആളും ഏതിലാണ്? ഉത്തമ പുരുഷനിലാണ് വരുന്നത്. എക്സാമ്പിൾ मेम, हम, मुझे, मुझको, मेरा, मेरी ये सभी उत्तम पुरुष के अंतर्गत आते हैं। मैं, हम, मुझे, मुझको, मेरा, मेरी, मैं, हम ये दोनों है उत्तम पुरुष। मैं, हम, मैं, हम मेरे മറ്റു രൂപങ്ങളാണ് മുझे, മുझको, मेरा, मेरी എല്ലാം മേൻ്റെ മറ്റു രൂപങ്ങളാണ്. അപ്പോൾ മേ, ഹം ആണ് ഉത്തമ പുരുഷ സർവനാമിൽ വരുന്നത്. അപ്പം ഉത്തമ പുരുഷ പുരുഷവാചക സർവനാമിൻ്റെ ഒരു ഭേദമാണ് ഉത്തം പുരുഷ്, മീൻസ് ഫസ്റ്റ് പേഴ്സൺ. അപ്പം അതിൽ ബോൽനെ വാല, ലിഖിനെ വാല, പറയുന്ന ആളും എഴുതുന്ന ആളും ആണ് ഉത്തമ പുരുഷിൽ വരുന്നത്. സെക്കൻഡ് വൺ പുരുഷവാചക സർവനാമിൻ്റെ രണ്ടാമത്തെ ഭേദമാണ് നോക്കുന്നത്. മധ്യമ പുരുഷ സർവനാം. അപ്പോൾ ഉത്തം പുരുഷ്, സെക്കൻഡ് വൺ മധ്യം പുരുഷ്. മധ്യം പുരുഷ സർവനാം സെക്കൻഡ് പേഴ്സൺ. ഉത്തം പുരുഷ് ഫസ്റ്റ് പേഴ്സൺ, മധ്യം പുരുഷ് സെക്കൻഡ് പേഴ്സൺ. ആരാണ് സെക്കൻഡ് പേഴ്സണിൽ വരുന്നത്? മധ്യമ പുരുഷ്. സുനനെ വാല യാ പഠിനെ വാലെ के लिए जिस सर्वनाम का प्रयोग होता है। सुनने वाले या पढ़ने वाले के लिए. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ മീൻസ് ഉത്തം പുരുഷിൽ, മധ്യം ഉത്തം പുരുഷിൽ വരുന്നത് പറയുന്ന ആളും പറയുന്ന ആളും എഴുതുന്ന ആളുമാണ് ഫസ്റ്റ് പേഴ്സണിൽ വരുന്നത്. അപ്പോൾ മധ്യമ പുരുഷിൽ ആ പറയുന്നത് കേൾക്കുന്ന ആൾ ആരാണോ, ആ എഴുതുന്നത് വായിക്കുന്ന ആൾ ആരാണോ അവരാണ് മധ്യമ പുരുഷിൽ വരുന്നത്. സുനിനെ വാലെ കേൾക്കുന്ന ആളും, പഠിനെ വാലെ വായിക്കുന്ന ആളും. जिस सर्वनाम का प्रयोग होता है. एग्जाम्पल तू, तुम, आप, तुझे, तुम्हारा. ഇതാണ് മധ്യമ പുരുഷ സർവനാം. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് മേ, ഹം. സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്നത് തൂ, തും, ആപ്പ്. ഇതാണ് മധ്യമ പുരുഷ്. തേർഡ് വൺ അന്യപുരുഷ സർവനാം. ഇപ്പോൾ പുരുഷവാചക സർവനാമിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് അന്യപുരുഷ സർവനാം, തേർഡ് പേഴ്സൺ. जिसके विषय में कुछ कहा जाए या लिखा जाए उसके लिए प्रयुक्त होने वाले सर्वनाम को अन्य पुरुष सर्वनाम कहते हैं. जिसके विषय में ആരെ കുറിച്ചാണോ, ആരുടെ വിഷയത്തെ കുറിച്ചാണോ അല്ലെങ്കിൽ ആരെ കുറിച്ചാണോ പറയുന്നത്, യാ ലിഖാ ജായ് അല്ലെങ്കിൽ എഴുതുന്നത്, ആരെക്കുറിച്ചാണോ എഴുതുന്നത് അല്ലെങ്കിൽ ആരെക്കുറിച്ചാണോ പറയുന്നത്, उसके लिए प्रयुक्त होने वाले सर्वनाम को अन्य पुरुष सर्वनाम कहते हैं. നമ്മൾ ആരെക്കുറിച്ചാണോ എഴുതുന്നത് അല്ലെങ്കിൽ ആരെക്കുറിച്ചാണോ പറയുന്നത്, അപ്പം മൂന്നാമത്തെ ഒരാളാണ്, രണ്ടാമത്തെ ആളല്ല മൂന്നാമത്തെ ഒരാളാണ് അല്ലേ, അതാണ് അന്യപുരുഷിൽ വരുന്നത്. അപ്പം പറയുന്ന ആള്, കേൾക്കുന്ന ആള്,
പിന്നെ ഈ പറയുന്ന ആളും കേൾക്കുന്ന ആളും കൂടിയിട്ട് ഇവരെ ആരെക്കുറിച്ചാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് മൂന്നാമതൊരാൾ, അതാണ് തേർഡ് പേഴ്സണിൽ വരുന്നത് അല്ലേ. ജിസ്കെ വിഷയമേയും കുച്ചു കഹാ ജായ് യാ ലിഖാ ജായ്, ആരെക്കുറിച്ചാണോ പറയുന്നത് അല്ലെങ്കിൽ ആരെക്കുറിച്ചാണോ എഴുതുന്നത് അവരാണ് അന്യപുരുഷ സർവനാമിൽ വരുന്നത്. അപ്പം പുരുഷ അതിൽ എന്തൊക്കെയാണെന്ന് നോക്കൂ. യഹ്, വഹ്, യേ, വേ, ഉസിനെ, ഇസിനെ. അപ്പം യഹ്, വഹ്, യേ, വേ ഇതാണ് അന്യപുരുഷിൽ. അപ്പോൾ ഉത്തം പുരുഷ് മേ, ഹം. മധ്യമ പുരുഷിൽ തൂ, തും, ആപ്പ്. അന്യപുരുഷിൽ യഹ്, വഹ്, യേ, വേ. അപ്പോൾ പുരുഷവാചക സർവനാമിനെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഉത്തം പുരുഷ്, മധ്യം പുരുഷ്, അന്യ പുരുഷ്. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. സെക്കൻഡ് വൺ. അപ്പം പുരുഷവാചക സർവനാമിന് ശേഷം നമുക്ക് നിശ്ചയവാചക സർവനാം നോക്കാം. जो सर्वनाम किसी निश्चित व्यक्ति अथवा वस्तु की ओर संकेत करे. അപ്പോൾ നിശ്ചയവാചക സർവനാം മത്ലബ് जो സർവനാം കിസി നിശ്ചിത് വ്യക്തി, അത് നിശ്ചിതമായിട്ടുള്ള അല്ലേ, ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു വ്യക്തിയെ അഥവാ വസ്തു की ओर संकेत करता है. അപ്പോൾ യഹ്, വഹ്, യേ, വേ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. യഹ് ലഡ്കി ഹെ, വഹ് പുസ്തക് ഹെ, അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റും, ഒരു സംശയവും കൂടാതെ യഹ്, വഹ്, യേ, വേ എന്ന് പറയാൻ പറ്റുന്നതാണ് നിശ്ചയവാചക സർവനാം. जो സർവനാം किसी निश्चित व्यक्ति अथवा वस्तु की ओर संकेत करता है. നിശ്ചയവാചക സർവനാമിൻ്റെ എക്സാമ്പിൾസ് ജैसे യഹ്, വഹ്, യേ, വേ അല്ലേ. യഹ് ലഡ്കി, വഹ് പുസ്തക്, വേ ഇങ്ങനെ പറയുന്നതാണ് നിശ്ചയവാചക സർവനാം. അനിശ്ചയവാചക സർവനാം. അനിശ്ചയവാചക സർവനാമിൽ നിശ്ചയവാചകിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അനിശ്ചയവാചക സർവനാം. जिस सर्वनाम से किसी विशेष वस्तु का बोध नहीं हो उसे अनिश्चयवाचक सर्वनाम कहते हैं. विशेष वस्तु का बोध नहीं हो. निश्चयवाचक मीन्स किसी विशेष वस्तु का बोध हो. ഇവിടെ അനിശ്ചയവാചകമാകുമ്പോൾ വിശേഷ വസ്തു കാ ബോധ് നഹി ഹോ. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടും നിശ്ചയമായിട്ടുള്ള ആ വസ്തു അല്ലെങ്കിൽ ആ പേഴ്സൺ അല്ലെങ്കിൽ അത് ആരാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാത്ത സന്ദർഭത്തിലാണ് എന്തുദ്ദേശിക്കുന്നത്, ഈ അനിശ്ചയവാചക സർവനാം ഉപയോഗിക്കുന്നത്. അപ്പോൾ കിസി സർവനാം സെ കിസി വിശേഷ വസ്തു का बोध नहीं हो उसे अनिश्चयवाचक सर्वनाम कहते हैं. एग्जाम्पल कोई कुछ അല്ലേ. कोई आया है, ആരോ വന്നിട്ടുണ്ട്, ആരാണെന്ന് ഒരു നിശ്ചയമില്ല. ഉസ്മേം കുച്ച് ഹേ, അതിൽ എന്തോ ഉണ്ട് അല്ലേ, ആ പാക്കറ്റിനകത്ത് എന്തോ ഉണ്ട്. ഉസ് പാക്കറ്റ് മേം കുച്ച് ഹേ അല്ലേ, പക്ഷെ അതിലെന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് അനിശ്ചയവാചക സർവനാം അറിയുന്നത്. കൃത്യമായും നമുക്ക് നിശ്ചയമായും അറിയാവുന്ന ഘട്ടങ്ങളിലാണ് നമുക്ക് നിശ്ചയവാചക ഉപയോഗിക്കുന്നത്. അപ്പോൾ നിശ്ചയവാചക സർവനാം യഹ്, വഹ്, യേ, വേ. അനിശ്ചയവാചക സർവനാം കോയി, കുച്ച്. അപ്പോൾ നമ്മൾ പുരുഷവാചകം എന്താണെന്ന് നോക്കി, നിശ്ചയവാചകം അനിശ്ചയവാചകം നോക്കി. നെക്സ്റ്റ് संबंधवाचक सर्वनाम. संबंधवाचक सर्वनाम जिस सर्वनाम के प्रयोग संबंध प्रकट करने के लिए किया जाता है. ഈ സർവനാമം പ്രയോഗിക്കുന്നത് സംബന്ധ പ്രകട് കർണേ കെ ലിയെ, ഒരു ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്, ഒരു ബന്ധം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംബന്ധവാചക സർവനാം പ്രयोग करता है. जिस सर्वनाम के प्रयोग संबंध प्रकट करने के लिए किया जाता है. एग्जाम्पल जो, सो, जैसे, वैसे, जितना, उतना अल्ले. जो, सो, जैसे, वैसे, जितना, उतना. ओके, लिसन. संबंधवाचक സർവനാമിൻ്റെ നമുക്ക് ചില എക്സാമ്പിൾസ് നോക്കാം. जो पढ़ेगा सो पास होगा. जो, सो ആണ് സംബന്ധവാചക സർവനാം.
ജോ പഠേഗ സോ പാസ് ഹോഗ, ആരാണോ പഠിക്കുന്നത് അവൻ പാസ്സാകും അല്ലേ. ഇങ്ങനെയുള്ള ഒരു ബന്ധം സൂചിപ്പിക്കാൻ, പഠിക്കുന്ന ആൾ പാസ്സാകും, ഇങ്ങനെ ഒരു ബന്ധം സൂചിപ്പിക്കുന്ന സർവനാമമാണ് സംബന്ധവാചക് സർവനാം. ജയ്സ സവാൽ വൈസ ജവാബ് അല്ലേ. ഇവിടെ ജയ്സ വൈസ എന്നുള്ളതാണ് സംബന്ധവാചക് സർവനാം. ജയ്സ സവാൽ, എങ്ങനെയാണോ ക്വസ്റ്റ്യൻ അങ്ങനെയാണ് ആൻസർ. ജിത്ന ചാഹേ ഉത്തന മില, ഇവിടെ ജിത്ന ഉത്തന ആണ് സർവനാം, സംബന്ധവാചക് സർവനാം. ജിത്ന ഉത്തന, ജിത്ന ചാഹേ ഉത്തന മില, എത്ര ആഗ്രഹിക്കുന്നുവോ അത്ര ലഭിക്കും. ഇപ്പം സംബന്ധവാചക് സർവനാം പരസ്പര ബന്ധം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സംബന്ധവാചക് സർവനാം ഉപയോഗിക്കുന്നത്. ജോ, സോ, ജയ്സ, വൈസ, ജിത്ന, ഉത്തന ഇതൊക്കെയാണ് സംബന്ധവാചക് സർവനാം. നമുക്ക് നെക്സ്റ്റ് പ്രശ്നവാചക് സർവനാം എന്താണെന്ന് നോക്കാം. പ്രശ്നം മീൻസ് എന്താണ്, ക്വസ്റ്റ്യൻ അല്ലേ. അപ്പം നമുക്ക് എന്താണെന്ന് ഈ പ്രശ്നവാചക് സർവനാം ഈ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും. जिस सर्वनाम से प्रश्न का बोध है, जिस सर्वनाम से प्रश्न का बोध होता है അല്ലേ. ഒരു ക്വസ്റ്റ്യൻ എന്താണ്, ഒരു ക്വസ്റ്റ്യൻ എന്താണ്, ക്വസ്റ്റ്യനെ കുറിച്ചുള്ള ബോധമുണ്ടാക്കുന്നതാണ് പ്രശ്നവാചക് സർവനാം. അതായത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സർവനാം ഉപയോഗിക്കുന്നത്. ജയ്സെ കോൻ ക്യാ, ഇപ്പോൾ പ്രശ്നവാചക സർവനാമിൽ വരുന്ന ക്വസ്റ്റ്യൻ വേർഡ്സ് കോൻ ക്യാ ആണ്. വഹാം കോൻ ആയാ ഹേ, അവിടെ ആരാ വന്നിരിക്കുന്നത്. തും ക്യാ ഖാ രഹാ ഹേ അല്ലേ. അപ്പോൾ വഹാം കോൻ ആയാ ഹേ, കോൻ എന്നുള്ളത് സജീവ് പദാർത്ഥ കേലി, എന്താണ്, ജീവനുള്ള വസ്തുക്കൾക്ക് വേണ്ടിയിട്ടും. തും ക്യാ, ഇവിടെ ക്യാ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് നിർജീവ് പദാർത്ഥ കേലി ജീവനില്ലാത്ത വസ്തുക്കൾക്ക് വേണ്ടിയുമാണ് ഉപയോഗിക്കുന്നത്. വഹാം കോൻ ആയാ ഹേ, അവിടെ ആരോ വന്നിരിക്കുന്നു അല്ലേ. പിന്നെ തും ക്യാ ഖാ രഹാ ഹേ, നിങ്ങൾ എന്താ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം കോൻ ക്യാ ആണ് പ്രശ്നവാചക് സർവനാമിലെ ക്വസ്റ്റ്യൻ വേർഡ്സ് ഇത് രണ്ടും. വഹാം കോൻ ആയാ ഹേ സജീവ് പദാർത്ഥ के लिए, क्या कौन क्या निर्जीव पदार्थ के लिए उपयोग करता है. निजवाचक सर्वनाम, लास्ट वन निजवाचक सर्वनाम. कर्ता अपने लिए जिस सर्वनाम का प्रयोग करते हैं इससे निजत्व का बोध होता है. കർത്ത മീൻസ് സബ്ജക്റ്റ് അല്ലേ. കർത്താവ് അപ്പിനെ ലിയേ സ്വയം, കർത്താവിന് വേണ്ടി, ജിസ് സർവനാം കാ പ്രയോഗ കർത്തേ ഹേ, ഏത് സർവനാമമാണോ പ്രയോഗിക്കുന്നത്, ജിസ്സെ നിജത്വ കാ ബോധ ഹോത്താ ഹേ, ഇതിലൂടെ നിജത്വം മീൻസ് ഒരു സ്വന്തം, ഒരു സ്വയം, ഞാൻ തന്നെ അല്ലേ. സ്വയം കർത്താവ് തന്നെ ഒറ്റയ്ക്ക് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഇത് പറയുന്നതാണ് നിജവാചക് സർവനാം. കർത്ത അപ്പിനിലേ, അതായത് സബ്ജക്റ്റ് തന്നെ സ്വയം അതിന് വേണ്ടിയിട്ട്, സബ്ജക്റ്റിന് വേണ്ടി പ്രയോഗിക്കുന്ന സർവനാമമാണ് നിജവാചക് സർവനാം എന്ന് പറയുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ജैसे अपने आप, സ്വയം, ഖുദ് ഇതൊക്കെയാണ് നിജവാചക് സർവനാം. अपने आप, स्वयं, खुद. मैं अपने आप करूँगा, मैं अपने आप करूँगा, ഞാൻ സ്വയം ചെയ്തോളാം അല്ലേ. मैं अपने आप करूँगा, मैं स्वयं खा चुकी, ഞാൻ സ്വയം മുഴുവനും തിന്നു തീർത്തു. വഹ ഖുദ് ജാ രഹാ ഥാ, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കർത്താവ് തന്നെ സ്വയം, സബ്ജക്റ്റ് തന്നെ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇതിൽ കൂടുതൽ പറയുന്നത്. അപ്പിനെ ആപ്, സ്വയം, ഖുദ് ഇതൊക്കെയാണ് നിജവാചക് സർവനാം. മേ അപ്പിനെ ആപ് കറൂംഗ, മേ സ്വയം ഖാ ചുക്കി, വഹ് ഖുദ് ജാ രഹാ ഥാ ഇതൊക്കെയാണ് നിജവാചക് സർവനാം. അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് സർവനാംക്ക് കിത്തനെ ഭേദ് ഹോത്തെ ഹെ, 6 ഭേദ് ഹോത്തെ ഹെ അല്ലേ. അപ്പം അതിനെ സനാപ് അനാപ് എന്ന് പറയുന്ന ഒരു ചെറിയ ട്രിക്കിലൂടെ നമുക്കത് മനസ്സിലോർത്ത് വെക്കാം എപ്പോഴും. അപ്പം ഈ ക്ലാസ് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പ്ലീസ് ഈ ക്ലാസ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും കാണുക. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.